പ്രസവാനന്തര ശുശ്രൂഷ അല്ലെങ്കിൽ പ്രസവരക്ഷ ചികിത്സ എന്നുള്ളത് ട്രഡീഷണലായിട്ട് വളരെ കാലമായിട്ട് ചെയ്തു വരുന്നതാണ്. മുൻകാലങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ കുടുംബങ്ങളിൽ തന്നെ ചികിത്സാ രീതി അറിയാമെന്നുള്ള മുതിർന്നവരുണ്ടായിരുന്നപ്പോൾ വീടുകളിൽ ചെയ്തിരുന്നു. പിന്നെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ സൂപ്പർവിഷനിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് തന്നെ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തു വരുന്നു. ട്രഡീഷണലായിട്ട് 45 ഡേയ്സ് ആണ് ചെയ്യേണ്ടത്. അതിന് ഓരോ ചികിത്സാ രീതികളുണ്ട്, കോമൺ ആയിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. എന്നാൽ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പം ഡെലിവറി എന്താ രീതി, എപ്പിസോട്ടമി ആണോ അതോ ഇനി സിസേറിയൻ ആണോ നോർമൽ ഡെലിവറി ആണോ, അതെന്താണെന്നനുസരിച്ച് അതിൽ ചില ചികിത്സാ രീതികളും മരുന്നുകളും ചിലർക്ക് അത് വ്യത്യസ്തമാണ്. സ്റ്റൗട്ടി ആയിട്ടുള്ള ബോഡി ഉള്ളവർക്ക്, മെലിഞ്ഞവർക്ക് ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പം ഡോക്ടർ കണ്ടിട്ട്, പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ലേഡി കണ്ടിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ് ചികിത്സ ചെയ്യേണ്ടത്. ഏകദേശം ജനറൽ രീതി പറഞ്ഞാൽ 45 ദിവസത്തോളമുള്ള ചികിത്സാ രീതിയിൽ നമുക്ക് ഏകദേശം 15 ദിവസത്തോളം ഒരേ രീതിയിലുള്ള എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. അതോടൊപ്പം ഇൻറ്റേർണൽ മെഡിക്കേഷൻ ഓരോ ആഴ്ചയും വ്യത്യസ്തമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡി പ്രകൃതി അനുസരിച്ച് വ്യത്യാസം വരാം. ഓരോ ആഴ്ചയും ഡോക്ടർ കണ്ട് നമ്മളത് മാറ്റി ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് കൊടുക്കുന്നു. അതോടൊപ്പം ട്രീറ്റ്മെൻറ്റ്സ് വരുന്നു. ഇനി പ്രസവരക്ഷയിൽ ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 15 ദിവസത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അഭ്യംഗം, ഉദരവേഷ്ടനം, കവലം, അരിദ്രാലേപനം, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ചിലർക്ക് വൂണ്ട് റിലേറ്റഡ് ഇഷ്യൂ അങ്ങനെയുള്ളവർക്കൊക്കെ യോനി ധൂപനം ചെയ്യേണ്ടി വരും. ചിലർക്ക് എന്തെങ്കിലും സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ധാര പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എക്സ്ക്ലൂസീവായിട്ട് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഡോക്ടറുടെ സൂപ്പർവിഷനിലാണ് ചെയ്യുന്നത്. നമുക്ക് വിവിധ പാക്കേജുകളായിട്ട് ഉള്ളത് ഈ പറഞ്ഞ 45 ഡേയ്സ് ആണ് ട്രഡീഷൻ എങ്കിലും ഇന്നത്തെ തിരക്കേറിയ കാലത്ത് 45 ദിവസം ബില്ലിംഗ് ആവാത്തവർക്ക് വേണ്ടി 15 ഡേയ്സ്, 30 ഡേയ്സ്, 45 ഡേയ്സ് അങ്ങനെ 3 പാക്കേജുകളായിട്ടും അവൈലബിൾ ആണ്. ഇന്നത്തെ കാലഘട്ടത്ത് ആയുർവേദ പ്രസവരക്ഷാ ചികിത്സയുടെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും അത് അത്യാവശ്യം തന്നെ ആയിരുന്നു. ഒരു ഡെലിവറിക്ക് ശേഷം അമ്മയ്ക്ക് വരാവുന്നുള്ള അല്ലെങ്കിൽ ലേഡിക്ക് വരാവുന്നുള്ള അവൈറ്റിംഗ് ആയിട്ടുള്ള ഡിസോർഡേഴ്സും കംപ്ലയിൻസും ഒക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ബാക്ക് പെയിൻ പോലുള്ള കംപ്ലയിൻറ്റുകൾ, മറ്റ് രോഗങ്ങൾ, മസിൽ റിലേറ്റഡ് രോഗങ്ങൾ, ജോയിൻറ്റ് റിലേറ്റഡ് രോഗങ്ങളൊക്കെ ഈ പ്രസവരക്ഷാ ചികിത്സ പ്രോപ്പറായിട്ട് എടുത്ത ഒരാൾക്ക് ഇതൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അവൈറ്റിംഗ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് പ്രോപ്പറായിട്ട് നമ്മുടെ പ്രോപ്പറായിട്ട് അബ്ഡമൻ കുറയുന്നതിന് വേണ്ടിയിട്ട്, കറക്റ്റായിട്ട് യൂട്രസ് അകത്തോട്ട് പോകുന്നതിനും, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും അത് യൂസ്ഫുള്ളാണ്. ഇതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹം, ഇന്നത്തെ കാലഘട്ടത്തിലെ ഇന്നത്തെ സമൂഹം കുറച്ചുകൂടെ നമുക്കൊരു സൗന്ദര്യത്തിനും, അല്ലെങ്കിൽ നമ്മൾ ലേഡീസും എല്ലാം ഇന്ന് വർക്കഹോളിക് അല്ലെങ്കിൽ നല്ലോണം ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെ കരിയർ നോക്കുന്ന ആൾക്കാരാണ് ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് അവരുടെ ബോഡി ഷേപ്പിനും ബാക്കി പിന്നെ അവരുടെ ജോലി ചെയ്യുമ്പോൾ ഹിൻഡ്രൻസ് വരുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, കംപ്ലയിൻസ് വരാതിരിക്കാനും പ്രസവരക്ഷ ചികിത്സ അത്യാവശ്യം. ആയുർവേദ പ്രസവാനന്തര ശുശ്രൂഷ കൊണ്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം അവൈറ്റിംഗ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിന് തടയുക എന്നുള്ളതാണ്. വരുന്ന കംപ്ലയിൻറ്റ് ഡിസോർഡേഴ്സിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. അതായത് നമുക്ക് പ്രസവരക്ഷ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ള സ്ത്രീകളെ കണ്ടാൽ, നമ്മുടെ അടുത്ത് പല രോഗികളും പലതിനു വേണ്ടി വരുന്നുണ്ട്, കണ്ടാൽ ആ പ്രസവം കൊണ്ട് ഉണ്ടായ റിലേറ്റഡ് രോഗങ്ങളൊന്നും തന്നെ കാണുന്നില്ല. പിന്നെ ഒബ്വിയസ്ലി ഡെലിവറി കഴിയുമ്പോൾ വരുന്ന വീക്ക്നെസ് ഒക്കെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ മാറിപ്പോകും. അപ്പോൾ കൊടുക്കുന്ന പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ ഗൈഡൻസിലുള്ള ഫുഡ് അല്ലെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻസ് തന്നെ ആവശ്യമുള്ള സപ്ലിമെൻറ്റ്സും അപ്പോൾ കിട്ടും. ഈ പറയുന്നുള്ള ബോഡി ചേഞ്ചസ്, ഡെലിവറി കൊണ്ട് വന്ന ബോഡി ചേഞ്ചസ് ഒക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പ്രസവ ശുശ്രൂഷ കൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് സാധിക്കും. പ്രസവാനന്തര ശുശ്രൂഷയെക്കുറിച്ച്, അതിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഓരോ ദിവസവും ഓരോ ഘട്ടങ്ങളാണെന്ന് പറയാം. കാരണം ഓരോ ദിവസം ചെയ്യുന്ന ചികിത്സ കൊണ്ടും ഇൻറ്റേർണൽ മെഡിക്കേഷനും കൊണ്ടും ബോഡിയിൽ നമുക്ക് ചേഞ്ചസ് കാണാം. പ്രധാനമായും 3 ഘട്ടങ്ങൾ പറഞ്ഞാൽ ആദ്യത്തെ ഒരു 15 ദിവസം ഒരു ഘട്ടമാണ്. ആ ചികിത്സാ സമയത്താണ് നമ്മൾ ഏകദേശം അഭ്യംഗം, ഓയിൽ വെച്ചിട്ടുള്ള അഭ്യംഗം ട്രീറ്റ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ ചേഞ്ച് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ ഏകദേശം പൊടിക്കിഴി എന്നൊരു ട്രീറ്റ്മെൻറ്റ്, കിഴി എന്നൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. അപ്പോഴാണ് ആവശ്യമുണ്ടെങ്കിൽ ധാര ആഡ് ചെയ്യുന്നത്. അത് 2ാമത്തെ ഘട്ടം. അതിനുശേഷം 3ാമത് നമ്മൾ ഏകദേശം നാരങ്ങാക്കിഴി ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. ഇതിലൊക്കെ ബോഡി ചികിത്സ പ്രകൃതി അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാം. പ്രധാനമായിട്ട് ഈ 15 ദിവസത്തിൻ്റെ 3 ഘട്ടങ്ങളെന്ന് പറയാം. 3 ഘട്ടങ്ങളിൽ നമുക്ക് പല ചേഞ്ചസ്
കാണാൻ പറ്റും. അതോടൊപ്പം നമുക്ക് കുറച്ച് സൗന്ദര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്തുള്ള പ്രീമിയം പാക്കേജസ് ഉണ്ട്. നമുക്ക് മുഖലേപനവും ശരീര ലേപനവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഓരോ ഘട്ടവും വരുമ്പോൾ നമുക്ക് അതിലുള്ള വ്യത്യാസവും ചർമ്മത്തിലുള്ള വ്യത്യാസവും ഒക്കെ കാണാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ചികിത്സ പോലും കമേഴ്ഷ്യലൈസ് ചെയ്ത് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രസവ രക്ഷയ്ക്കാണെന്നല്ല എല്ലാ ചികിത്സയ്ക്കും ആവശ്യമാണ്. പ്രത്യേകിച്ച് പ്രസവ ചികിത്സയ്ക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ക്വാളിഫൈഡ് ഡോക്ടർ, ആയുർവേദ ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് സ്പെഷ്യലിസ്റ്റ് പോലും അവൈലബിൾ ആണ്. പ്രസൂതി സ്ത്രീരോഗം, അതായത് ആയുർവേദ ഗൈനക്കോളജി കഴിഞ്ഞ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സും ഉണ്ട്. ഈവൻ പ്രസവ രക്ഷയ്ക്ക് ചില ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രോപ്പറായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ അടുത്ത് പോകണം, ആദ്യത്തെ കാര്യം. രണ്ടാമത്, ഓവർ കമേഴ്ഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ സെറ്റപ്സിൽ അല്ലാതെ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ സപ്പോർട്ട് ഇല്ലാതെ, മെഡിക്കൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സൂപ്പർവൈസേഴ്സ് ഇല്ലാതെ, ഡോക്ടേഴ്സോ തെറാപ്പിസ്റ്റോ ഇല്ലാതെ തന്നെ ആരെങ്കിലും പോയി വീട്ടിൽ പോയി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുളിപ്പിക്കുക, എന്നിട്ട് അത് ഏത് കുളിയെന്ന് പറയും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ സെറ്റപ്പ് തരുന്ന ഫെസിലിറ്റി എടുക്കുക എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഇതൊന്നും അറിയാത്തവരും ഡെയിലി വളരെ ഒരു നോമിനൽ ചാർജിൽ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് ആഡ് കാണുമ്പോൾ നമ്മളൊരു ചെറിയ എമൗണ്ടിൻ്റെ വ്യത്യാസത്തിൽ പോയി ചെയ്യുകയും പ്രസവരക്ഷ ചെയ്തു എന്ന് പറയാമെന്നല്ലാതെ അതിൻ്റെ ഒരു മെഡിക്കൽ ബെനിഫിറ്റും കിട്ടാതെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും ബാക്ക് പെയിനും കാര്യങ്ങളും ബാക്കിയുള്ള രോഗങ്ങളുമായിട്ട് നടക്കുന്നത് കാണാറുണ്ട്. അപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉറപ്പ് തരുന്ന ഒരു അതിനുള്ളൊരു കോസ്റ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫെസിലിറ്റിയിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ട് പ്രസവ രക്ഷയുടെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. വളരെ മസ്റ്റായിട്ടുള്ള പ്രസവാനന്തര ശുശ്രൂഷ പോലും, പ്രസവരക്ഷ ചികിത്സ പോലും വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമ്മൾ കണ്ടുവരുന്നത്. അതായത് തിരക്കാണ് എല്ലാവർക്കും, അമ്മയ്ക്കാണെങ്കിലും ഡെലിവറി കഴിഞ്ഞ ലേഡിക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും എല്ലാവർക്കും തിരക്ക് കാരണം എത്രയും പെട്ടെന്ന് ഇതൊരു ചടങ്ങ് പോലെ, പ്രസവം കഴിഞ്ഞ് ഒരു ചടങ്ങ് പോലെ നമുക്ക് എപ്പോൾ അടുത്ത കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ജോബിൽ ജോയിൻ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രസവരക്ഷ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ വളരെ നമുക്ക് കൺമുമ്പിൽ തന്നെയുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ഡെലിവറി കഴിഞ്ഞ് വളരെ ആരോഗ്യകരമായിട്ട് നല്ല ബോഡി ഷേപ്പോട് കൂടി വേറെ രോഗങ്ങളില്ലാതെ ജോലി ചെയ്യുന്ന അമ്മമാരെ നമുക്ക് കാണാം. അതിൻ്റെ പ്രസവരക്ഷയിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. അല്ലെങ്കിൽ പ്രസവരക്ഷ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് നമ്മളൊരു 45 ദിവസം അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന വർഷങ്ങളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പം എന്തൊക്കെ തിരക്കാണെങ്കിലും നമ്മൾ ഒരു ഡെലിവറി കഴിഞ്ഞ ലേഡി അല്ലെങ്കിൽ ഒരു അമ്മ ചെയ്യേണ്ട പ്രാഥമിക കാര്യമായ പ്രസവരക്ഷ ചികിത്സ ചെയ്ത് നമുക്ക് നഷ്ടപ്പെട്ടുള്ള അല്ലെങ്കിൽ വന്ന ബോഡി ചേഞ്ചസ് റിവേഴ്സ് ചെയ്യുക, നമുക്ക് വന്നിട്ടുള്ള വീക്ക്നെസ്സസ് മാറ്റിയെടുക്കുക, സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു തിരക്കുള്ള ലൈഫിലും ബാക്കിയുള്ള കാര്യങ്ങൾ, മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആരോഗ്യകരമായി ചെയ്യാൻ പറ്റും.